ജന്മദിനം നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട നല്ലൊരു ദിവസമാണ് നമ്മുടെ ജന്മദിനം. നമ്മൾ വീണ്ടും ആ പണ്ടത്തെ ആ നിഷ്കളങ്കത സമ്മാനിക്കുന്ന നല്ലൊരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, എന്നാൽ മരണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി വീണ്ടും ജനിക്കുകയാണെങ്കിലോ ആ ജന്മദിനം അത് ഏറ്റവും സൂപ്പറായിരിക്കും അല്ലേ? അതെ, നിത്യത, മരണമില്ലാത്ത അവസ്ഥ. ഈ നിത്യത സ്വപ്നം കണ്ട് കാത്തിരുന്നവളായിരുന്നു നമ്മുടെ വിശുദ്ധ അൽഫോൻസമ്മ. പിന്നെ ഒരൊറ്റ പറക്കലാണ് തൻ്റെ 36ാമത്തെ വയസ്സിൽ. വിശുദ്ധ അൽഫോൻസമ്മ തൻ്റെ മരണത്തിന് മുൻപായി സിസ്റ്റർ ഗബ്രിയേലിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: കേട്ടോ, എൻ്റെ ചങ്കിലൊരു സ്വരം. ഭാരക്കുറവുള്ള പക്ഷികൾ ചിറകടി ശബ്ദം പോലും കേൾപ്പിക്കാതെ ഉയർന്നു പറക്കുന്നത് പോലെ ഒരിക്കൽ എൻ്റെ ആത്മനാഥൻ്റെ അരികിലേക്ക് ഞാനും പറന്നു പോകും. അതെ, വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് പോകുകയാണെങ്കിൽ വിശുദ്ധ അൽഫോൻസമ്മ നിത്യതയിൽ എത്തുന്നതുവരെ നിത്യതയിൽ എത്തിക്കുന്നത് മാത്രം ചൂസ് ചെയ്തവളാണ് വിശുദ്ധ അൽഫോൻസമ്മ. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും ബുദ്ധിയുള്ളവളായിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെതായതെല്ലാം നശ്വരമാണെന്നും നിലനിൽക്കുന്നത് എന്താണെന്നും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. തിരിച്ചറിയാൻ വേണ്ട ബുദ്ധികൂർമ്മത മാത്രമല്ല അവൾക്കുണ്ടായിരുന്നത്, മറിച്ച് പിന്നീടുള്ള അവളെ ജീവിതത്തിലൂടെ നോക്കുകയാണെങ്കിൽ കടന്നു പോകുന്നതെല്ലാം അവൾ നിത്യതയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെയായിരുന്നു. ഈ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സന്തോഷങ്ങൾ ഒന്നും അവളെ ബാധിച്ചതേയില്ല. ഓൾവേസ് ഹാപ്പി, അങ്ങനെയായിരുന്നു അവളുടെ ജീവിതം. കാരണം നിലനിൽക്കുന്നത് എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എനിക്കായി ഒരു നിത്യതയുണ്ട്, അവിടെ നിത്യസ്നേഹമുണ്ട്, നിത്യസമാധാനമുണ്ട്, നിത്യസന്തോഷമുണ്ട്, നിത്യസ്നേഹമായ നമ്മുടെ ഈശോയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്. അതെ, സ്വർഗം അത് മാത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഈ നിത്യത എന്നത് എന്നോ നടക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നാം കണക്കാക്കേണ്ടതില്ല, മറിച്ച് അത് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ട ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഒത്തിരിയേറെ പ്ലഷർ തന്ന് സന്തോഷിപ്പിച്ച് ഏറ്റവും ഒടുവിൽ നമ്മെ പ്രഷറാക്കുന്ന ഒരുപാട് ലോകസുഖങ്ങളുണ്ട്. അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? ലൗകിക ആശ്വാസങ്ങളെല്ലാം, സന്തോഷങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ എന്ന്. അതായത് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അൽഫോൻസമ്മയ്ക്ക് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അവൾ ഇറ്റേണൽ ഹാപ്പിനെസ്സിന് മുമ്പ് ഒരു ഇറ്റേണൽ റെസ്റ്റ് ഉണ്ട്. നമുക്കിന്നൊന്ന് റെസ്റ്റ് എടുത്താലോ? ഹാപ്പിയായി ജീവിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഹാപ്പിനെസ് അത് എവർലാസ്റ്റിംഗ് ആണെങ്കിൽ അത് സൂപ്പറാവും അല്ലേ? അതെ, അതിനു മുമ്പ് നമുക്കിന്നൊന്ന് റെസ്റ്റ് എടുക്കാം. ഈശോയുടെ കൂടെ ഒരു റെസ്റ്റ്. ഈ റെസ്റ്റ് എടുത്ത് ഈശോയോട് നൽകുന്ന സമാധാനം നമുക്ക് സ്വന്തമാക്കാം. റെസ്റ്റ് ഇൻ പീസ് ആകുന്നതിന് മുൻപ് പീസ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? ആ പീസ് നമുക്കിന്ന് ഈശോയുടെ അടുത്തിരുന്ന് സ്വന്തമാക്കാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നിത്യതയിൽ എത്തുന്നത് വരെ നിത്യതയിൽ എത്തിക്കുന്നത് മാത്രം നമുക്കിന്ന് ചൂസ് ചെയ്ത് തുടങ്ങാം, പുതിയതായി ആരംഭിക്കാം. അതെ, സ്വർഗം, ഈശോ അത് മാത്രമായിരിക്കട്ടെ നമ്മുടെ മനസ്സ് നിറയെ. എല്ലാവർക്കും ഒരു ശുഭദിനം. ഒപ്പം തന്നെ വിശുദ്ധ അൽഫോൻസമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം. പീസ് ആൻഡ് ജോയ്.